നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേ സൈലൻസ് ആരംഭിക്കാം. സ്വാഗതം. കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി മാത്രമല്ല പല ഉന്നത നേതാക്കളുമുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. നഷ്ടമായ പണം തിരികെ നൽകാൻ CPMന്റെ സ്വത്ത് ഉപയോഗപ്പെടുത്തണം. സംസ്ഥാനത്തെ ക്രൈസ്തവ സമൂഹം കടുത്ത വിമോചനം നേരിടുന്നതായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. തൃശൂരിൽ അവകാശദിന റാലിയും ധർണയും ഉദ്ഘാടനം ചെയ്യവെയാണ് ആർച്ച് ബിഷപ്പ് സംസ്ഥാന സർക്കാരിനെതിരെ തിരിഞ്ഞത്. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു. മേലടൂർ പെരുമ്പള്ളി മുകുന്ദന്റെ ഇലക്ട്രിക് സ്കൂട്ടറാണ് കത്തിനശിച്ചത്. ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് സ്കൂട്ടർ കത്തുന്നത് കണ്ടത്. ആവോളം വല നിറഞ്ഞതോടെ ചെമ്മീന് വിലയിടിഞ്ഞു. പൊന്നും വിലയുള്ള പൂവാലൻ ചെമ്മീൻ കിലോയ്ക്ക് 100 രൂപ നിരക്കിൽ വിറ്റഴിച്ചു. ഇൻബോർഡ് വള്ളങ്ങൾക്കും ചെറുവള്ളങ്ങൾക്കും ഒരുപോലെ ചെമ്മീൻ ധാരാളമായി ലഭിച്ചതോടെയാണ് വിപണിയിൽ വിലയിടിഞ്ഞത്. ആഘോഷങ്ങൾ ആർഭാടമാക്കുന്ന സ്വഭാവത്തിന് മാറ്റം വരുത്തണമെന്ന് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ. കോട്ടപ്പുറം രൂപതയുടെ 37ാമത് രൂപതാ ദിനവും 3 വർഷത്തെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും വിശുദ്ധ തോമസ് ലീഹയുടെ രക്തസാക്ഷിത്വ തിരുനാളും പ്രമാണിച്ച് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ അർപ്പിച്ച ദിവ്യബലിയിൽ വചനപ്രഘോഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വടമ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വടമ ദേവിവിലാസം ലോവർ പ്രൈമറി സ്കൂളിൽ വായന പക്ഷാചരണം സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുധി തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ ALP സ്കൂളിൽ ഫൺ ഫാക്ടറി എന്ന പേരിൽ കുട്ടികൾക്കായി ഇൻഡോർ ഗെയിം സോൺ ആരംഭിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് അംഗം TK സതീശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ മുസ്രിസ് ഹെറിറ്റേജ് പ്രോജക്ടിന്റെ ഭാഗമായി പുതുക്കിപ്പണിത ചേരമാൻ ജുമാ മസ്ജിദ് കെട്ടിടത്തിന്റെയും കൊടുങ്ങല്ലൂർ ക്ഷേത്ര മ്യൂസിയം കെട്ടിടത്തിന്റെയും അടക്കം വിവിധ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. മാള ലയൺസ് ക്ലബിന്റെ 2024-25 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ സുരേഷ് വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു. മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എറിയാട് ഗ്രാമപഞ്ചായത്തും മാടവന കുടുംബാരോഗ്യ കേന്ദ്രം സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ സോഫിയ അധ്യക്ഷയായി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേ ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.